നെക്സ്റ്റ് വൺ ത്രീ ഫേസ് ആൾട്ടർനേറ്റർ, എലമെൻ്ററി ത്രീ ഫേസ് ആൾട്ടർനേറ്റർ. നമ്മൾ ശരിക്കും നേരത്തെ വൈൻഡിങ്സ് റൊട്ടേറ്റ് ചെയ്യും, വൈൻഡിങ്സ് റൊട്ടേറ്റ് ചെയ്യും, അതേപോലെ അല്ലെങ്കിൽ കോയിൽ റൊട്ടേറ്റ് ചെയ്യും, ഫീൽഡ് സ്റ്റേഷനറി ആണെന്നാണ് പറയുന്നത്. പക്ഷെ ഒരു ത്രീ ഫേസ് ആക്ച്വലി ഒരു ത്രീ ഫേസ് ഓൾട്ടർനേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈൻഡിങ്സ് എന്തായിരിക്കും? സ്റ്റേഷനറി ആയിരിക്കും. വൈൻഡിങ്സ് അല്ലെങ്കിൽ കോയിൽസ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കോയിൽസ് കണ്ടോ, എ ബി സി, നേരത്തെ നമ്മൾ കോയിലായിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇത് എന്തായിരിക്കും? സ്റ്റേഷനറി ആയിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഒരു ഫീൽഡ് എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. നോർത്ത് സൗത്തുള്ള ഫീൽഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒമേഗ റേഡിയനിൽ എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, സോ ദ ത്രീ identical coils A, B, C are placed symmetrically, okay, in a such a way that EMF induced with them are displaced 120 degree electrical from one another. ഓക്കെ, അപ്പോൾ ഇവിടെ 3 കോയിൽ സിമെട്രിക്കലാണ്, ഐഡൻറ്റിക്കലാണ് പറയുന്നത്. അപ്പോൾ ഇത് ഐഡൻറ്റിക്കൽ ആകുമ്പോൾ നമ്മളുടെ ഈ ഫീൽഡ് യൂണിഫോമായിട്ട് റൊട്ടേറ്റ് ചെയ്യുക, അതായത് മാത്രമല്ല യൂണിഫോം റൊട്ടേറ്റിംഗ് ഫീൽഡും ആയിരിക്കും. അപ്പോൾ എന്താണ്, ഈ കോയിലിനെ ഈ മാഗ്നറ്റ് കട്ട് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും? EMF ഇൻഡ്യൂസ് ചെയ്യും. മാത്രമല്ല ഈ കോയിൽസൊക്കെ സിമെട്രിക്കൽ ആയതുകൊണ്ട് നമ്മൾക്ക് സെയിം മാഗ്നറ്റിലുള്ള EMF എന്ത് ചെയ്യും? ജനറേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിൻ്റെ വേവ് ഫോമാണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ വേവ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് അതിൻ്റെ വേവ് ഫോം. അപ്പോൾ നമുക്കൊരു ഉദാഹരണത്തിന് നമുക്ക് വേവ് ഫോം ജസ്റ്റ് ഞാൻ വരച്ച് കാണിച്ചു തരാം. ഇപ്പോൾ ഒരു വേവ് ഫോം ഇതാ, ദിസ് ഈസ് ഒരെണ്ണം. രണ്ടാമത്തത് പറഞ്ഞു കഴിഞ്ഞാൽ 120 ഡിഗ്രി ഇങ്ങനെ പോകുന്നു, ഇവിടുന്ന് ഇങ്ങനെ ആയിട്ട്. അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത 120 ഡിഗ്രി വിത്ത് റെസ്പെക്റ്റ് ടു ബി. അപ്പോൾ വിത്ത് റെസ്പെക്റ്റ് ടു ബി ആകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, എനെ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ എന്തായി? 240 ഡിഗ്രി. ഇവിടെ 240 ഡിഗ്രി. ഓക്കെ, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വേവ് ഫോമിൻ്റെ കാര്യം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഫേസർ ഡയഗ്രാമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ കാണിക്കാം. അതായത് ഈ എ വരച്ചു കഴിഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്റ്റിൽ, അതായത് ലാഗ് ചെയ്തിട്ട് EB 120 ഡിഗ്രി കഴിഞ്ഞിട്ട് എത്തും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? EC 120 ഡിഗ്രി കിട്ടും. കാരണം EA കഴിഞ്ഞിട്ട് 120 ഡിഗ്രി കഴിഞ്ഞിട്ടല്ലോ, അത് കഴിഞ്ഞ് അഗെയിൻ 120 ഡിഗ്രി കഴിഞ്ഞിട്ടാണല്ലോ. അപ്പോൾ അങ്ങനെയാണത് എന്ത് ചെയ്യുക? വരിക. ഓക്കെ, ഇനി അതിൻ്റെ എക്സ്പ്ലനേഷൻ ജസ്റ്റ് നേരത്തെ പോലെ ഞാൻ ഒന്ന് പറയാം. ഇൻ ആൻ ആക്ച്വൽ ത്രീ ഫേസ് ഓൾട്ടർനേറ്റർ ദ ത്രീ വൈൻഡിങ്സ് ഓർ കോയിൽസ് ആർ സ്റ്റേഷനറി. നമ്മൾ പറഞ്ഞില്ലേ, ആ കോയിൽസ് 3 സ്റ്റേഷനറിയാണ്. ആൻഡ് ദ ഫീൽഡ് റൊട്ടേറ്റ്സ്, നമ്മൾ ആ പറഞ്ഞ സെൻട്രൽ പറഞ്ഞ മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റ്സ്. ദിസ് ഷോസ് എൻ എലമെൻ്ററി ത്രീ ഫേസ് ഓൾട്ടർനേറ്റർ. ആ ഫിഗറാണ് നമുക്ക് പറയുന്നത്, ഈ ഫിഗറിനെയാണ് പറയുന്നത്. The three identical coils A, B and C are symmetrically placed in such a way that the EMF induced to them are displaced 120 electrical degrees. Electrical degrees from one another. ഈ ബേനെ കമ്പയർ ചെയ്യുമ്പോൾ 120 ഡിഗ്രി ആയിട്ടാണ് C 120 ഡിഗ്രി, അങ്ങനെയാണ് ഇത് എന്ത് ചെയ്തിട്ടുണ്ടാവുക? പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. Since the coils are identical and are subjected to the same uniform rotating field, the EMF induced in them will be of the same magnitude. അപ്പോൾ എന്താണ്? സെയിം മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും, സെയിം ഫ്രീക്വൻസി ആയിരിക്കും. കാരണം എന്താണ്? സെയിം യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഐഡൻറ്റിക്കൽ കോയിൽസ് ആണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ദ ഫിഗർ ഷോസ് ദ വേവ് ഡയഗ്രം ഞാൻ നേരത്തെ വരച്ചു തന്നു. ഓക്കെ, അപ്പോൾ ഇനി ഇക്വേഷൻസ് എന്തായിരിക്കും? നമ്മൾ നേരത്തെ ഈ കോയിൽ എനെ A1 A2 എന്ന് എടുത്തുകൊണ്ടാണ് ഈ A1 A2 എന്ന് എഴുതിയത്. ഇനി ഇവിടെ എന്താണ്? നമ്മളുടെ ജസ്റ്റ് കോയിൽ AB എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് ഇങ്ങനെ പറയാം, കോയിൽ EA = EM sin ωt. കോയിൽ ബിയിലോട്ട് വരുമ്പോൾ എന്താണ്? -120 കഴിയും. അപ്പോൾ EM sin ωt -120. പിന്നെ കോയിൽ C ആകുമ്പോഴോ അഗെയിൻ -120 വിത്ത് റെസ്പെക്ട് ടു ബി, ബട്ട് വിത്ത് റെസ്പെക്ട് ടു A ഇറ്റ് വിൽ ബി -240. ഓക്കെ, ഓർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വരുമ്പോഴാണ് 120 വരുന്നത്. അപ്പോൾ ഇത് ടോട്ടൽ 360 ആണ് അല്ലേ? 240 വരുന്നത്, ഇത് 240 ആണ്. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ എന്ത് വരും? 120 വരും. അപ്പോൾ ഇത് അതിന് EM sin ωt +120 എന്ന് പറഞ്ഞാലും എന്തില്ല, തെറ്റില്ല. സോ നമുക്ക് വേറെ കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ EA EB EC എന്നുണ്ടല്ലോ, അത് 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ് ഏത് ഇൻസ്റ്റൻറ്റിലും അതെന്തായിരിക്കും? 0 ആയിരിക്കും. ഇറ്റ് ക്യാൻ ബി പ്രൂവ്ഡ് ദാറ്റ് ദ സം ഓഫ് ദ 3 EMF അറ്റ് എവരി ഇൻസ്റ്റൻറ്റ് ഈസ് 0. സോ റിസൾട്ടൻറ്റ് E = EA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? EA = EM sin ωt, EB = EM
സൈൻ ഒമേഗ ടി മൈനസ് 120 ഇ സി ഈസ് ഈക്വൽ ടു ഇ എം സൈൻ ഒമേഗ ടി മൈനസ് 240 ഡിഗ്രി. നമ്മൾ നേരത്തെ എഴുതിയ സാധനം. അപ്പോൾ അത് ഇവിടെ ഇടുകയാണ്. ഇ എം സൈൻ ഒമേഗ ടി, ഇ എം ഇൻറ്റു എല്ലാറ്റിനും കോമൺ ആയതുകൊണ്ട് ഇ എമ്മിനെ കോമൺ ആക്കി എടുത്തു. സൈൻ ഒമേഗ ടി മൈനസ് 120 ഇവിടെ എഴുതി, പ്ലസ് സൈൻ ഒമേഗ ടി മൈനസ് 240 ബ്രാക്കറ്റ് ക്ലോസ്. സോ ഇതിനെന്ത് ചെയ്തു? ഇ എം ഇൻറ്റു സൈൻ ഒമേഗ ടി 2 പ്ലസ് 2 സൈൻ ഒമേഗ ടി മൈനസ് 180 കോസ് 60. ഓക്കെ, ദെൻ ഇതിനെന്ത് എഴുതി? ഇ എം ഇൻറ്റു സൈൻ ഒമേഗ ടി മൈനസ് 2 സൈൻ ഒമേഗ ടി കോസ് 60 ഇറ്റ് ഈസ് ഈക്വൽ ടു 0. ഇനി വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസർ ഡയഗ്രം വെച്ചിട്ടാണ്. അതായത് ദിസ് ക്വാണ്ടിറ്റി പി എൽ മൈനസ് പി എച്ച് മൈനസ് പി എൻ ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. പി എൽ മൈനസ് പി എച്ച് മൈനസ് പി എൻ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 0 ആയിരിക്കും. അത് വെക്റ്റർ ഇത് കറക്റ്റ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ എന്താണ്? നമുക്ക് 0 ആണ് കിട്ടുക. ഇപ്പോൾ പറഞ്ഞതാണ് ഈ പറഞ്ഞിട്ടുള്ളത്. റെഫറിങ് ടു ദ വേവ് ഡയഗ്രാം, the sum of the three EMF at any instant is 0. For example, at the instant P, ordinates PL is positive while the ordinates PN and PH is negative. If make actual measurements, PL plus minus PN plus minus PH will be equal to 0. Next പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ ഒരു മെത്തേഡ്. സിൻസ് 3 windings are or coils are identical, EA is equal to EB is equal to EC is equal to E in magnitude. നമുക്ക് പറയാൻ പറ്റും മാഗ്നിറ്റ്യൂഡിൽ സെയിം ആയിരിക്കും. ആസ് ഷോൺ ഇൻ ദ ഫിഗർ ഗിവൺ ബിലോ, ദ റിസൾട്ടൻറ്റ് ഇ എ ആൻഡ് ഇ ബി ഈസ് ഇ ആർ. അതായത് നമ്മൾ ഈ ഫിഗർ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഫിഗർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഏതുവരെ വരച്ചിട്ടുള്ള അറിയോ? നമ്മൾ ഇ എ വരച്ചു 120 ഡിഗ്രി കഴിഞ്ഞിട്ട്, അതായത് ഇങ്ങനെ 120 ഡിഗ്രി കഴിഞ്ഞിട്ട് ഇ ബി വരച്ചു ഇങ്ങനെ 120 ഡിഗ്രി കഴിഞ്ഞിട്ട്. ഇനി ഇവിടുന്ന് 120 ഡിഗ്രി കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഈസിനെ വരച്ചു. അപ്പോൾ ഇവിടുന്ന് 120 ഡിഗ്രി കഴിഞ്ഞിട്ട് ഈസിനെ വരച്ചു. അതാണ് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ പറയണത് എന്താണ്? ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇ ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകണം എന്താണ്? റിസൾട്ടൻ്റ് ഇ എയുടെയും ഇ ബിയുടെയും റിസൾട്ടൻ്റ് എടുക്കുക. അതെങ്ങനെ വരിക? ഇ എയുടെ റിസൾട്ടൻ്റ് പറഞ്ഞാൽ അതിന് ഈക്വലായിട്ട് ഇവിടെ വരച്ചു. ഇ ബിയുടെ റിസൾട്ടൻ്റ് പറഞ്ഞാൽ അതിന് ഈക്വലായിട്ട് വിളിച്ചു. അപ്പോൾ അത് രണ്ടും കൂടി യോജിപ്പിച്ചാൽ ദിസ് വിൽ ബി ദ ഇ ആർ. ഓക്കെ, അതാണ് പറയുന്നത്. ദ റിസൾട്ടൻ്റ് ഓഫ് ഇ എ ആൻഡ് ഇ ബി ഈസ് ഇ ആർ ആൻഡ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഈസ് 2e cos 60 degree or it is equal to E. Therefore this resultant is equal and opposite to EC. അപ്പോൾ ഈ റിസൾട്ടൻ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇ സിക്ക് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും. സോ നെറ്റ് എമൗണ്ട് എന്തായിരിക്കും? 0 ആയിരിക്കും.